കുട്ടികൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ പെണ്ണ് കാണുക. ചെറുക്കന് അബുദാബിയില് ബിടെക് MBA കഴിഞ്ഞ് ജോലി ചെയ്യുക. പെണ്ണ് കാണുമ്പോൾ പെണ്ണ് കാനഡയിലാണ്. അവള് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു കോഴ്സ് 4 വർഷത്തെ ഒരു കോഴ്സിന് പോയി അവിടെ പഠിക്കുകയായിരുന്നു. 1 വർഷം പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പഠിച്ചിട്ടൊന്നുമില്ല. അവൾ അതിലെ വെള്ളമൊക്കെ അടിച്ച് നടക്കുക. ഇവൻ പെണ്ണ് കാണാൻ വിളിക്കുമ്പോ കാനഡയിലെ ഒരു പാർക്കിലെ ഒരു ബെഞ്ചില് ഇവൾ അടിച്ചു കോൺ തെറ്റിക്കിടക്കുക. ഇവൻ വിളിച്ചപ്പോൾ ചേട്ടായി എന്നിച്ചിരി കൂടിപ്പോയി. ചേട്ടായി നമുക്ക് നാളെ പെണ്ണ് കാണുന്നതിന് വിരോധമുണ്ടോ? ചേട്ടായി പറഞ്ഞു ഒരു വിരോധവും ഇല്ല, നമുക്ക് നാളെ കാണാം. കാരണം ചേട്ടായി അതിലും വലിയതാണ് ഈ പാർട്ടിയാ. ഇപ്പൊ ഇവിടെ എന്റെ അടുത്ത് വരുന്ന ഭർത്താവ് ഭാര്യയെ തല്ലിയെന്നോ കള്ളു കുടിച്ചേച്ച് വന്ന് കഞ്ഞിക്കലത്തിൽ മൂത്രം ഒഴിച്ചെന്നോ ഒന്നുള്ള കേസല്ല. എനിക്ക് വരുന്നൊക്കെ എന്റെ ഉറക്കം കെടുത്തുന്ന കേസുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ്, അവള് 10ാം ക്ലാസ്സിൽ ഫുൾ A+, 12ാം ക്ലാസ്സിൽ 1200 ബിടെക്കിന് 3rd റാങ്ക് ഇൻ യൂണിവേഴ്സിറ്റി, MTechന് 7th റാങ്ക് ഇൻ യൂണിവേഴ്സിറ്റി. കേരളത്തിൽ ഒരിടത്ത് 2,35,000 രൂപ സാലറിയിൽ അവൾ ഇന്ന് ജോലി ചെയ്യുക. അവൾക്കൊരു കല്യാണാലോചന വരുന്നു. ഇടുക്കി ജില്ലക്കാരനാണ്. അവൻ ഓസ്ട്രേലിയയിലെ അഡലൈഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെട്രോളിയം എഞ്ചിനീയറിംഗിൽ MS എടുത്ത പയ്യനാണ്. ഇവരിങ്ങനെ ആലോചന മാട്രിമണി വന്നു. ഇവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ വീട്ടുകാർ അവസരം കൊടുത്തു. 8 മാസത്തോളം സംസാരിച്ചു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ 5-6 മാസമായുള്ള കല്യാണം കഴിഞ്ഞിട്ട് വിവാഹമോചനത്തിന് ഏറ്റുമാനൂർ ഒരു കുടുംബ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസാണ്. അപ്പൊ അത് ചെയ്യുന്ന വക്കീല്, ഒരു സിബി വെട്ടൂർ എന്ന് പറയുന്ന വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസി, രണ്ടുപേരും ഹൈലി ക്വാളിഫൈഡ് ആണ്. രണ്ടുപേരും 1-ാം തരം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന പിള്ളേരാണ്. നല്ല സാലറി ഉണ്ട്, എല്ലാം ഉണ്ട്. പിരിക്കാതിരിക്കാൻ ഒന്ന് നോക്കാവോ? നോക്കാം. സിബിങ് വിടാൻ പറഞ്ഞു. എന്റെ ജോലി ഇതാണ്, പിരിക്കാതിരിക്കാൻ നോക്കുക. അപ്പോഴ് ഞാനിങ്ങനെ ഈ പേര് രജിസ്റ്റർ ചെയ്തു. അവന്റെ പേര് ഞാൻ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് മോടെ പേര്, എന്റെ പേര് അനു, വയസ്സ് 32. ഞാനിങ്ങനെ രജിസ്റ്റർ ചെയ്ത് ഇരിക്കുന്നതിനിടയിൽ കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, അനു നീ ആൽക്കഹോൾ ഉപയോഗിക്കുവോ? ഉടനെ അവള് പറയുകയാണ്, ഞാൻ അടിക്കുമെന്ന് പണ്ട് ഇവനോട് പറഞ്ഞതാണല്ലോ. ഞാൻ ചോദിച്ചതിന് വന്ന മറുപടിയാ ഞാൻ പറയുന്നത്. ഞാൻ അടിക്കുമെന്ന് പണ്ട് ഇവനോട് പറഞ്ഞതാണല്ലോ. ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പിപ്പോയി. അനു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി. കാരണം കൂലിവേലക്കാര്, ടാപ്പിംഗ് തൊഴിലാളികള്, ചുമട്ടു തൊഴിലാളികള്, ഡെയിലി വേജസിന് വേണ്ടി പണിയുന്ന പാവം മനുഷ്യന്മാര്, അവർക്ക് കിട്ടുന്ന ഡെയിലി വേജസായി 1000-ഓ 1200 രൂപയ്ക്കകത്ത്, ചിലപ്പോൾ 500-800 രൂപയ്ക്കകത്ത് നിന്ന് അവരൊരു ഷെയർ ഇട്ട് ഒരു കുപ്പി വാങ്ങി അടുത്ത മാടക്കടയുടെ മറവിലോ മരച്ചോട്ടിലോ പോയിരുന്ന് അടിക്കും. അതവരുടെ ഭാഷയാണ്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വഷളായ ഒരു തലമുറ ഇവിടെ നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുക. എവിടെ പിടിച്ച് ആരെ ശരിയാക്കും എന്നുള്ളത് ചിലപ്പോഴൊത്തിരി വേദനയോടെ ഞാൻ ഇരുന്ന് ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് 85-90 കാലഘട്ടത്തില് സ്ത്രീധന പീഡന കേസുകൾ വന്നിട്ടുണ്ട്. പണ്ട് സ്ത്രീധന പീഡനം ഒന്നും പറഞ്ഞ് എന്നെ കാണാൻ വന്നൊക്കെ പാവപ്പെട്ട പെൺപിള്ളേരാ. 5000 രൂപയ്ക്ക് വേണ്ടി 5 പവന് വേണ്ടിയൊക്കെയുള്ള കേസുകളാ. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ ദാരിദ്ര്യം പിടിച്ച ഒരു കേസ് പോലും ഇല്ല. എല്ലാം തന്നെ ലക്ഷങ്ങളുടെയും കോടികളുടെ ഇടപാടുകളാ. 2.5 കോടിയുടെ 1.5 കോടി. ഇപ്പൊ ഞാൻ ചെയ്യുന്നൊരു കേസുണ്ട്. 2.5 കിലോ സ്വർണം, 50 ലക്ഷത്തിന്റെ ഡയമണ്ട്, പിന്നെ ഒരു BMW കാർ. അത് ചെറുക്കന് കൊടുത്താന്നാ പറഞ്ഞേ. പെണ്ണിന് കൊടുത്ത കിയയുടെ ഒരു സോനറ്റ് എന്ന് പറഞ്ഞൊരു കാറ്, പിന്നെ നെല്ലിയാമ്പതിയിൽ 100 ഏക്കർ തോട്ടം. അത്രേ ഉള്ളൂ. എനിക്കിഷ്ടാ ഇത്തരം കേസ് വരുന്നത്. ഇത്തരം കേസ് വരുമ്പോ നമുക്ക് ഫീസ് വാങ്ങിക്കാനേ അല്ല ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? കുറ്റബോധത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇത് എനിക്കൊരു വക്കീല് എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് വിട്ടതാ. ആ വക്കീൽ എന്നോട് പറഞ്ഞു, പുള്ളി മേടിക്കാവുന്നിടത്തോളം മേടിച്ചു, ഇനി ചേച്ചിയുടെ ഊഴ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത്ര 3 കേസ് കിട്ടാമെങ്കിൽ എനിക്ക് അന്തസ്സായിട്ട് പിള്ളേരെ നോക്കാം. മനസ്സിലായോ? പക്ഷെ ഞാൻ ഒരു കാര്യം പഠിച്ചതെന്നറിയോ?
മനുഷ്യന്റെ പ്രശ്നം ദാരിദ്ര്യമല്ല, പട്ടിണിയല്ല, ഇല്ലായ്മയല്ല, ധാരാളിത്തമാണ്. അബൻഡൻസ്, നോട്ട് സ്കേഴ്സിറ്റി. അതിന്റെ പേരിലുള്ള കേസുകൾ. പിന്നെ 90കളില് പ്രേമവിവാഹങ്ങള്, അവയുടെ പരാജയങ്ങള്, വല്ലപ്പോഴും ചില ഇന്റർകാസ്റ്റ് മാരേജസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് പ്രേമം പാപമായിരുന്നല്ലോ. അല്ല, ഞാൻ തിരുമേനിയൊക്കെയാണല്ലോ തീരുമാനിക്കുന്നത് ഇതിന്റെ. അല്ല, പണ്ട് പാവമല്ല. എനിക്കറിയില്ല. എന്റെ ചെറുപ്പത്തില് എന്റെ അമ്മ അപ്പ എന്നെ പഠിപ്പിച്ചത് പാവമാണെന്നാ. കാരണം ഞാൻ വളർന്ന ഒരു വലിയ തറവാട്ടിലാണ്, പൗവത്തിൽ തിരുമേനിയുടെ തറവാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോൻ ആലഞ്ചേരി പിതാവ്. അപ്പൊ 2 ബിഷപ്സ് അപ്പുറത്തും ഇപ്പുറത്തുണ്ട്, അമ്മ വീട്ടിലും അപ്പം വീട്ടിലും ഉണ്ട്. ഞാൻ ജനിച്ചു വളർന്ന കാലഘട്ടത്തില്, അതായത് 1973, അപ്പൊ ഞാൻ ജനിച്ചു വളർന്ന കാലഘട്ടത്തില് പ്രേമിച്ചാൽ കുരിശു പിടിച്ചോണ്ട് നിന്ന് കുർബാന ചൊല്ലാനുള്ള പണിഷ്മെന്റ് കൊടുത്തിരുന്നു പള്ളിയിൽ. അത് വേറൊന്നിനല്ല, പിള്ളേരെല്ലാം ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി കൊടുത്തൊരു പനിഷ്മെന്റാണ്. അപ്പൊ എൻ്റെ അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും പാടില്ല. പക്ഷേ അന്ന് പ്രേമം പാവം. ഇപ്പൊ പ്രേമം പാവമാണോ? അല്ല, അത് പാവമല്ലാതെ ആക്കി, അല്ലേ? ഇപ്പൊ അങ്ങനെ പ്രാവുന്നല്ലോ. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാമല്ലോ. അതെ, ഞാൻ പറയാൻ കാരണം എന്നാ വെച്ചാല്, ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, വിശ്വാസം പ്രശ്നമല്ല, പ്രായം പ്രശ്നമല്ല, ജോലി പ്രശ്നമല്ല. എനിക്ക് വരുന്ന എന്നൊക്കെ ഈടെ വന്നിരിക്കും 29 വയസ്സുള്ള ചെറുക്കൻ 65 വയസ്സുള്ള വെമ്പർനോദ്യം പിടിച്ചോണ്ട് കല്യാണം കഴിക്കാൻ. 29 വയസ്സുള്ള ചെറുക്കൻ ഓർത്തഡോക്സാ, 69 വയസ്സുള്ളത് മുസ്ലിമാ. അല്ല, ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടല്ലേ? പ്രായമൊന്നും ഒരു ഘടകമൊന്നുമല്ല. രസം എന്നറിയാം, ഇവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കാനായിട്ട് കോട്ടയത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നു. കോളേജ് തുറക്കുന്ന ആദ്യത്തെ ദിവസം ഇവൻ ഇങ്ങനെ കോളേജൊക്കെ കണ്ട് കോളേജിന്റെ വാതിൽക്ക് നിൽക്കുമ്പോൾ ഒരു അമ്മയും മോളും കൂടെ കോളേജിലേക്ക് വരികയാണ്. അമ്മ വന്ന് ചോദിക്കുന്നു, മോനെ എവിടെയാടാ ഇതിന്റെ ഓഫീസും കാര്യങ്ങളും ഒക്കെ? ബാമ്മ, ഞാൻ കാണിച്ചു തരാം. അമ്മേനെ കൊണ്ട് കാണിച്ചു കൊടുത്തു. ഫീസൊക്കെ അടച്ചു, കാര്യങ്ങളൊക്കെ, അവൻ ചായയൊക്കെ മേടിച്ചു കൊടുത്തു, ഉഴുന്നുവടയൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പൊ അമ്മ ചോദിച്ചു, മോനെ നീ ഏത് ഗ്രൂപ്പാ? ഞാൻ EEE, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്. അയ്യോ, ഇവളും അത് തന്നെയാ. എടാ മോനെ, ഒന്ന് നോക്കിക്കോണേ എടാ. ഞാൻ ഏറ്റു, അമ്മ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഏറ്റെന്ന് പറഞ്ഞു, അമ്മ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അമ്മയുടെ നമ്പർ ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ നമ്പർ വാങ്ങിച്ചു. അവളെ നോക്കാമെന്നുള്ള അവൻ കൊടുത്ത വാക്ക് അക്ഷരം പ്രതി അവൻ പാലിച്ചു. അവർ രണ്ടുപേരും നന്നായി പഠിച്ചു. അവളിപ്പോ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ മസ്കറ്റിന് പോയി 4 വർഷം ജോലി ചെയ്തു. അവളെ കെട്ടിച്ചു. അവളെ നോക്കാന്നല്ലേ പറഞ്ഞേ. പക്ഷേ ആ 4 വർഷം കൊണ്ട് ആ അമ്മയും ഈ ചെറുക്കനും തമ്മില് പ്രണയത്തിലായി. ഭയങ്കര പ്രേമം, തീവ്രമായ പ്രേമം. ഇപ്പൊ കല്യാണം കഴിക്കാൻ വന്നിരിക്കുക. അപ്പനൊരു അധ്യാപകനായിരുന്നു, ഒരു LP സ്കൂൾ അധ്യാപകൻ. അവന്റെ അമ്മയ്ക്ക് 58 വയസ്സേ ഉള്ളൂ. 2 ചേട്ടന്മാരും അമ്മയും അപ്പനും ഇവനും കൂടാണ് എൻ്റെ അടുത്ത് വന്നത്. മറ്റേ സാധനം പുറകെ വന്നായിരുന്നു കേട്ടോ. ഞാനത് പോലീസ് കേസാക്കേണ്ടി വന്നു. അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു മാർഗവും ഇല്ല. ഇവൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, എടാ ചെറുക്ക 65 പെട്ടെന്ന് ചത്തുവോ, നടക്കില്ല. പ്രായം പ്രശ്നമല്ല, ജാതി പ്രശ്നമാണ്. ഞാൻ പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുന്നയാളാ, എല്ലാ സഭയുടെയും എല്ലാ മതത്തിന്റെയും. അപ്പൊ ഞാന് ഈയിടെ ഒരു കത്തോലിക്ക സഭയുടെയാ പ്രീ മാരേജ് കോഴ്സിന് 127 കുട്ടികൾ അവിടെ ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ വന്നതില് 13 പേര് കൊണ്ടുവന്നിരുന്ന അന്യമതസ്ഥരെയാണ്. അച്ഛൻ എന്നോട് പതുക്കെ എന്റെ ചെവിയിൽ പറഞ്ഞു, ഗ്രേസ് ചേച്ചി എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞു, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മൾ തന്നെയല്ലേ പറഞ്ഞു പഠിപ്പിച്ചത്? നമ്മൾ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പഴയ പാരമ്പര്യമുള്ള പല കത്തോലിക്ക കുടുംബങ്ങളിലും പല ക്രിസ്ത്യൻ ഭവനങ്ങളിലും എല്ലാവരും നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കായി പോകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല